വെയിലത്താണ് വെള്ളത്തിൽ പോയി കിടക്കാൻ പോകുന്നത്. ഏത് വെള്ളത്തിലാ? ഓക്കെ, അപ്പൊ നമ്മൾ എത്തിക്കഴിഞ്ഞിട്ട് എല്ലാം പറയുന്നത്. ഗൈസ്, നമ്മളിപ്പോൾ ഒരു കടയിൽ ഇറക്കിയിരിക്കുവാണ് ആ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി. ഏനൊന്ന് മാറിയപ്പോ വന്ന് നിക്കണം നിപ്പുണ്ട്. ഓ എന്താ ഷോ എന്റെ കർത്താവേ. ഗൈസ്, നമ്മളിപ്പോ മലയാറ്റൂർ അടിവാരത്ത് വന്നേക്കാണ്. അച്ചു തള്ള വൈബ്. അമ്മപ്പ പള്ളിക്കറി നോക്കി. ഏതൊക്കെയോ കാട്ടില് കൊണ്ടുപോണ്ടാവള് നമ്മളെ. ഏത് കാടാടി? ഗൈസ്, ഗൂഗിൾ മാപ്പ് പറഞ്ഞു തന്ന വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചു. ഇതെന്താണ് അവസാനം വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ശുദ്ധീകരിക്കണ കേന്ദ്രത്തിലെത്തി. അല്ല, സംഭവം അവിടെയാണ്. കണ്ട, അങ്ങോട്ട് പോണം. ഇല്ല, ഇസബു ചേർന്ന് കാണിച്ചതാ. ആ, ഈ വഴി കൂടെ പോകുമ്പോ അവിടെ വെള്ളത്തിറങ്ങാൻ പറ്റുമെങ്കിലാ. ടിപ്പിക്കൽ ഇന്ത്യൻ ഫാമിലി. ഇത് എവിടെ കേറിക്കാണ്? അവള് പോയാ? അവള് പോയാ? ഫ്രഷ് ഫ്രഷ് വാങ്ങണ്ടേ? വേണ്ട. നമ്മളപ്പോ അവിടെ എത്തിയിട്ട് നമുക്ക് ഇനി അടുത്ത കാഴ്ചകൾ കാണാം. എവിടെ എത്തിയെന്ന് പറഞ്ഞില്ല. നമുക്ക് ഈ സബൂനെ ഇറക്കാൻ സേഫ് ആണോന്നൊക്കെ അറിയണമല്ലോ. ഓ, നമ്മുടെ സ്പോട്ടിന്റെ പേരാണ് ആറാട്ട് കടവ്. ഇവിടെ അധികം ആഴമില്ല. ആ സൈഡ് അങ്ങോട്ട് നടക്കാൻ പറ്റും. പറയണേ, വാട്ട് സർപ്രൈസ്. നടന്നു പോവാലോ. ഞാൻ നോക്കിയിട്ട് വരാം, നീ അവിടെ നിന്നോ. നമ്മൾ കാട്ടിൽ കൂടെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ലൊരു അയ്യോ അയ്യോ വള്ളി കുടുങ്ങി. വെയിലാണ് പക്ഷെ അവിടെ. നമുക്ക് ഇവിടെ കൂടെ ഇറങ്ങാമായിരുന്നു. പക്ഷെ കുഴിയോ ഗൈസ്. അപ്പൊ നമ്മൾ ഈ സബൂനെ നീന്തിക്കാൻ പോവാം. നമ്മൾ വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ട്, പക്ഷെ അധികം ആഴില്ലാത്തോളൂ. ആഴമുള്ള വെള്ളത്തിൽ നീന്തോ നോക്കാം. ആറാട്ട് കടവിൽ ഇരിക്കുകയാണ് ഗൈസ്. നീന്തണ്ട. ഇങ്ങോട്ട് അവള് നീന്തി ഇങ്ങോട്ട് നീന്ത്. നീന്തിക്കാം. ഒഴുക്കങ്ങോട്ടല്ലേ? അല്ല, കൈ വെച്ച് കാണിക്കണ. വെള്ളത്തില് തല ഒപ്പ നീന്തോള്. അയ്യോ, കുഞ്ഞിക്കൈ കാലടിക്കൂടി നീ കൈവിട്. യെസ് ഗൈസ്, നമുക്ക് വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക്
അപ്പൊ നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് എന്താന്ന് വെച്ചാൽ ഇവിടേക്ക് അധികം കടകൾ ഉണ്ടാവില്ല. നമ്മൾ വീട്ടിൽ നിന്നുള്ള ഫുഡൊക്കെ എടുത്തു. അമ്മയുടെ സ്പെഷ്യൽ എപ്പോഴും പുറത്ത് പോകുമ്പോ അങ്ങനെ കടകളൊന്നുമില്ല, അപ്പൊ ഫുഡ് എടുക്കണം നല്ലത്. നമ്മൾ ഇവിടെ ഫുഡൊക്കെ ഇവിടെ തന്നെ സെറ്റ് ആക്കാൻ വേണ്ടി ഇവിടെ മരത്തിലൊക്കെ ഇരിക്കുകയും ചെയ്യാം. കുഞ്ഞാവിനെ കിടത്താൻ പോണേണ്. കുഞ്ഞാവേ കുഞ്ഞാവേ ഇടയ്ക്ക് എന്നോടാ അവിടെ കിടന്നു ചാച്ചിക്കോ. അയ്യോ പൊണ്ണോ കുഞ്ഞുവാവ മരത്തിന്റെ പൊക്കത്ത് കയറിയിരിക്കാൻ പറ്റൂടി. ഈ സ്പേസിന് നമുക്ക് സ്വന്തം ഇങ്ങനെ തൂങ്ങാം. ചാച്ചിക്കോളാ ഇവിടെ മീനില്ലല്ലോ. ചാച്ചിക്കോ അവിടെ കിടന്നോ കൊച്ചു കിടന്നോ കേട്ടോ. അതെ ഇസബു അവിടെ കിടന്നു. കണ്ടില്ല ചൂണ്ടോടിക്കണ കണ്ട ചെല്ലുന്ന ഉറക്കം രാവിലെ എഴുന്നേറ്റാണ് ഇസബു. എത്ര മണിക്ക് 5 മണിക്കൊക്കെ എഴുന്നേറ്റ് പോവാന്ന് പറഞ്ഞപ്പോ ഷിൻഡു ഇറങ്ങി. ഇനി കുഞ്ചും കൂടി ഇറങ്ങിയാ മതി. എനിക്ക് തരോ എന്താ പറയുന്നത്? ഞാൻ റീലുണ്ടായിരുന്നു. ഇങ്ങോട്ട് എടുക്കാം. അതാ അത് മതി അത് പൊതിച്ചോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. കുമ്മട്ടിക്ക് വേണോ? നമ്മളിങ്ങനെ കപ്പൽ വെള്ളത്തിൽ ചാടിയിരിക്കുന്നു, അമ്മയും ചാടിയിരിക്കുന്നു. ഇവിടെ ഒരു ഡൈനിങ് ആണ് നടക്കുന്നത്. നല്ല ഉറക്കോയി. ഇവിടെ എല്ലാം ഒഴുക്കി വിടുന്നുണ്ട്. ഒരാള് വെള്ളത്തില് 3 കൂടി എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഒരാള് ചൂട് ഒരാള് തണുപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരാളവിടെ മീൻ പിടിക്കണേണ്. ഇപ്പൊ പിള്ളേരൊക്കെ വരാൻ തുടങ്ങി. കിട്ടിയാ എല്ലക്കന്റ് കിട്ടണമെന്ന് പറഞ്ഞിട്ട് എല്ലക്കന്റ്. നമ്മളപ്പോ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടി നല്ല ക്ലൈമറ്റ് ആയില്ലേ ഇപ്പൊ. നല്ല തണുപ്പായി. ഒരു എന്താണ് ഗണപതി നമ്മളിപ്പോ ഫുഡ് ഇവിടെ കറിന്ന് കഴിക്കാന്ന് വരും. അപ്പൊ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കുഞ്ഞി കടാരത്ത് വെയിലത്തൊന്ന് ഇറങ്ങി ഒന്ന് ഉണക്കാം. എല്ലാം അറിയണുണ്ടാ. അപ്പൊ ഇവിടെ ഞങ്ങള് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കണം. ഇസബുവിന് ഭക്ഷണം വാരി കൊടുക്കണം. അമ്മയുടെ സൂപ്പർ ചിക്കൻ, അമ്മയുടെ ചിക്കൻ, അപ്പന്റെ കുരുമുളക് ഇട്ട ചിക്കൻ, ആൻഡ് അമ്മയുടെ അച്ചാർ. എന്തച്ചാറാണോ പറ? ജാതിക്ക അച്ചാർ, ഹോം മെയ്ഡ് ജാതിക്ക അച്ചാർ കഴിച്ചോണ്ടിരിക്കണം. എന്താ പറഞ്ഞു ഇസബുവിന് എങ്ങനത്തെ സ്ഥലമൊക്കെ ഇഷ്ടം? ഓടി കളിക്കാൻ പറ്റണം നമുക്ക്. കറക്കാന്ന് എന്തൊരു വൈബ്. ചോറ് കഴിച്ചോണ്ടത് ഇവിടെ വന്ന് നടന്നു. പിന്നെ ഇവിടെ കിട്ടും, കൊച്ചി കിട്ടും ഇതൊക്കെ. അങ്ങോട്ട് വരില്ല, ഞാൻ നനക്ക് നനയാനില്ല. ഇതേ അവിടെ ഇപ്പൊ ഒരുത്തി ഇസബുവിന് പറ്റിയ സ്ഥലമൊന്നും പറഞ്ഞ് ഇസബുവിനെ കൊണ്ട് തന്നെയുണ്ട്. ഇസബുവിന് പറ്റിയ സ്ഥലം എന്ന് പറയുന്നുണ്ട് ഇവിടെ. ഇസബുവിന് പറ്റിയ സ്ഥലം അച്ഛ കഴിച്ചിട്ടില്ലേ? അപ്പൊ ഗൈസ് നമ്മൾ അവിടെ നിന്ന് പോകുന്നു. ഇനിയിപ്പൊ കോടനാടാ അതെന്ത് പറഞ്ഞപ്പ ആനയുടെ എന്തോ സ്ഥലം ഉണങ്ങിയല്ല ഉണങ്ങി ഓമില്ലാത്തോണ്ട് വേഗം. എനിക്കറിയാം വീഡിയോ ഒക്കെ ചെയ്യണില്ല. ഞങ്ങളല്ലേ ഇങ്ങനെ പെട്ടെന്ന് ആൾക്കാർ വരുമ്പോ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റൂല. സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരുമ്പോ അതാണ് പറ്റുക. അല്ലെങ്കിൽ നമ്മൾ എടുത്ത് കാണിച്ചാൽ നമ്മളപ്പോ എന്താ കോടനാടാ. കോടനാടെന്ന് പറഞ്ഞ സ്ഥലത്തൊന്നും പക്ഷെ അവിടെ തിരക്കുണ്ട്. കൊറേ വണ്ടി ഇങ്ങനെ സുബിന് കേട്ടോന്നും അറിയില്ല. അപ്പൊ ഞങ്ങൾ പോകുന്നു.
കൂടെ aeroplane. അപ്പൊ ഗൈസ് നമ്മൾ അടുത്ത സ്പോട്ട് എത്തിയിരിക്കുന്നു പുളിയാണി പാറ. കൊള്ളാം, ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ. അങ്ങോട്ടൊക്കെ പോവാൻ പറ്റും, ചാടാൻ പറ്റും അങ്ങോട്ടൊക്കെ. ഇവിടെ അമ്പലം തോന്നുന്നു. കൊള്ളാട്ട സ്ഥലം കൊള്ളാ. ഇത് ഹിഡൻ സ്പോട്ട്. നമ്മൾ അടുത്ത ഹിഡൻ സ്പോട്ട് കണ്ടുപിടിച്ചിരിക്കുന്നു. ആരില്ല, നമ്മള് മാത്രമാണ്. അവിടെ ഉണ്ടാവായിരിക്കും. സൗണ്ട് കേട്ടാ ആ മരത്തിന്റെ അവിടെ നിന്ന്. ഒരു ചേട്ടൻ തന്നി മാങ്ങ, അടിപൊളി ടേസ്റ്റ്. ഇതെന്ത് പറയൂല, എന്തോ ടൈപ്പ് മാങ്ങ. നല്ല വ്യൂട്ടാ, നല്ല പച്ചപ്പ്. അയ്യോ, ആകാശത്തിന്റെ മേലേക്ക് കയറി ഇരിക്കണ പോലെ ഉണ്ട്. വെയിലൊക്കെ വരുമ്പോ ഈ തൊപ്പി എടുത്ത് ഇങ്ങനെ വെക്കാം. അയ്യോ, പക്ഷെ ഇത് കയറുന്നേ. മോനെ, നിങ്ങൾ ഈ വ്യൂ കണ്ടാൽ നെട്ടൂല, എന്നാലും കൊള്ളാം. കണ്ടു നോക്കൂ. കണ്ടു, അതിന്റെ കൈ കാണുന്നു. ഗൈസ്, നല്ല കാറ്റുണ്ട്, നല്ല തണല് കിട്ടി നമുക്ക്. ഇവിടെ നമുക്ക് വിശ്രമിക്കാം. വൈകുന്നേരം തന്നെ നമ്മള് എത്ര മണിക്കാന്ന്? നമ്മളൊരു 4 മണിയായി, എന്നാലും വെയിലറിയിട്ടില്ല. ഇത് നമ്മുടെ കാർ അവിടെ ഇരിക്കുന്നു. നമ്മൾ ഇവിടെ എത്തി. മരത്തിന്റെ അടിയിലല്ലേ ഇങ്ങനെ ചെയ്യാറ്, നമുക്ക് കാംനെസ് കിട്ടും. ഇതാലാണോ? ഇതാലല്ലോ. കൊത്തോട്ടാനുണ്ടാ? ആരുടെ മണ്ണ കണ്ടുണ്ടാ? നമുക്ക് ഇവിടെ ഇരിക്കാം, എന്നിട്ട് ഇങ്ങനെ വിശ്രമിക്കാം. കാര്യമായിട്ട് എന്തോ നിരീക്ഷിക്കുന്നുണ്ട്. ഇലയുടെ ഒരു കാറ്റ് തന്നെ ശബ്ദം ഇങ്ങനെ നമ്മൾ ഇൻഹേൽ ചെയ്യാ. അയ്യോ, നല്ല സമാധാനം കിട്ടും. കാണുക ഒരാളിപ്പോ കാണിക്കണം. കുഞ്ഞിപ്പള്ളി പ്ലെയിനൊക്കെ പോണ്. അപ്പൊ ഒരു റീലെടുക്കാനുള്ള തയ്യാറെടുപ്പില്ല. വലുതായിരുന്നോ? എവിടെ എടുക്കണം? ഞാൻ അത് കണ്ടോണ്ടിരിക്കാണ് ഗൈസ്. അവരതവിടെ ചെയ്തോണ്ടിരിക്കും. ഹലോ, വാ. അവിടെ രക്ഷിയുടെ എന്താ ഉണ്ടെന്നാണ് ഹേന പറയുന്നത്. എന്താ സാധനം? അപ്പൊ ഗൈസ്, നമ്മളപ്പോ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോണ്. ഇവിടെ നമ്മളിനി കുറച്ചു നേരം ചില്ലൊക്കെ ചെയ്തിരിക്കാൻ പോണ്. തിരക്ക് വന്നു തുടങ്ങി. ഇപ്പൊ തിരക്കാണുണ്ട്, ഒരുപാട് പേര് വന്ന്. അപ്പൊ എല്ലാവർക്കും ബൈ. ഗൈസ്, അങ്ങനെ നമ്മള് കയാക്കിങ്ങിന് പോകാൻ വേണ്ടി അതിരാവിലെ എഴുന്നേറ്റ്. സൂര്യൻ തന്നെ അവിടെ നിന്ന് ഇപ്പൊ ഒരു അപ്പൊ തുഴയുന്നു. ഞാനിവിടെ വിശ്രമിക്കുകയാണ്. അതിന്റെ പുറകിൽ ഹേനയും ഷിയയും കൂടി സൂം ചെയ്യാൻ പറ്റുന്നു. സൺറൈസ് കണ്ടു. ഓ മൈ ഗോഡ്, അതേ സണ്ണു വരുന്നുണ്ട്. രണ്ടെണ്ണം കൂടെ കറങ്ങി കറങ്ങി കളിക്കുകയാണ് ഗൈസ്. നമ്മളങ്ങനെ തുഴഞ്ഞിട്ട് വല്ലയിടത്തോട്ടൊക്കെ ഇങ്ങോട്ട് തുറഞ്ഞാൽ അങ്ങോട്ട് പോകും, അങ്ങോട്ട് തുറഞ്ഞാൽ ഇങ്ങോട്ട് പോകും. അവിടേക്ക് എത്തിയിട്ട് ഇറങ്ങാൻ പറ്റുമെന്നൊക്കെ ഇവര് പറയണം. നമുക്ക് പോയി നോക്കാം. അവിടെ കിടന്ന് കറങ്ങി കളിക്കും. യാത്ര വീണ്ടും തുടർന്നു കൊണ്ടിരിക്കുന്നു. ഞാൻ റിലാക്സ് അച്ചു തുഴയില് 2 കഴുതകൾ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നു. നമ്മള് തുഴയിൽ നിർത്തിയപ്പോ അതേ തന്നെ കൊണ്ടുപോകണം നമ്മളെ. ഞങ്ങളെത്തി. അപ്പൊ ഇരിക്കണമൊക്കെ കൂളായിട്ടിരിക്കണാണ്. അവിടെയാണ് ഗൈസ് ഒരു വലിയ മരം ഉള്ളത്. അവിടെ നമ്മുടെ
ലൊക്കേഷൻ നമുക്ക് എത്തണ്ട. അങ്ങനെ നമ്മൾ കൂട്ടിമുട്ടാൻ പോവാണ് സുഹൃത്തുക്കളെ. റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ട് പോകും. അറിയാല പോരി നേരെ പോരി ഇടിച്ച് വെള്ളമൊക്കെ തന്നിട്ടുണ്ട് അവര്. അപ്പൊ നേരത്തെ കാലത്തേക്ക് എണീറ്റാലും നിങ്ങൾക്ക് ഇങ്ങനെ കുറെ കാഴ്ചകൾ കാണാൻ മനസ്സിലായോ? അതാണ് ഇന്നത്തെ നമ്മുടെ സമ്മറി. ഇവിടെ മത്സരം വെക്കാൻ പോണാണ്. കണ്ടോ, നമ്മളിപ്പോ ഒന്നിച്ച് നടക്കുന്നേ. നമ്മൾ മത്സരം വെക്കാൻ പോകുന്ന ആര് ജയിക്കും നമുക്ക് നോക്കാം. കമോൺ. ഇല്ല, ഞങ്ങൾ എത്തി. നിങ്ങൾ എങ്ങാനാണ് പോണത്? അപ്പൊ ബോട്ടിന്റെ ആണ്. അപ്പൊ നമ്മുടെ കുഴപ്പമില്ല. മൈ ഗോഡ്. ഇങ്ങോട്ടാണോ ഡയറക്ഷൻ? കാലൊക്കെ നമുക്ക് ഇങ്ങനെ വെള്ളത്തിൽ ക്രഷ് ക്രഷ്. ഞങ്ങൾ ഇടിച്ച് കൊല്ലുവര്. അതില് 2 പാറ്റകളായതുകൊണ്ട് അവര് കൂണാന്ന് നീന്തായിരുന്നു. ആടി ജിമാൻസി ആടി. ഗൈസ്, അപ്പൊ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്താറായി. ഇവിടെ നമുക്ക് ഇങ്ങനെ പൊന്തി നിക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ കാലിൽ കുറച്ചുണ്ടാവുള്ളൂ വെള്ളം. അപ്പൊ നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റും. നമ്മൾ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്തത് ഈ സ്ഥലത്ത്. ഇവിടെ ഒട്ടും ആഴയില്ലെന്ന് പറയണം, പക്ഷെ അടിയിലോട്ട് നല്ല ചെറിയ ഇറങ്ങടി. ഇടിച്ചില്ല. ഒരു ഇടി കാലോട്ടോ ഒരു ഇതുപോലെ ഒരു എന്താ പോലെ കരക്കിലായി. ഞാൻ ഇറങ്ങി. വെള്ളത്തില് നിക്കാണ് ഗൈസ്. വെള്ളത്തിൽ നടുക്കടൽ. അയ്യേ എന്തോ പോലെ ഒരു തെന്നല. അങ്ങടി അയ്യേ കുഴിഞ്ഞു. അയ്യേ ആദ്യത്തെ ഒരു ഇതുണ്ടാവുള്ളു, പിന്നെ മാറിക്കോളും അല്ലേ? കണ്ട, ഇതാണ് ചെളി. ഇങ്ങനെ പൂണ്ട് ഇങ്ങനെ ജെല്ലിഫിഷ് ഒട്ടിപ്പിടിക്കുവാ. ഇത് വെറുതെ എന്റെ കാല് ചൊറിയണ. അപ്പൊ തൊടണ്ട. അതിന് കണ്ണു മൂക്കൊന്നുമില്ല. ഇങ്ങനെ ബ്ലാബ്ലാന്നിരിക്കുന്നു. സിന്ധു മിസ് ചെയ്തല്ലേ. അമ്മക്ക് പേടിയാണ്, ഇറങ്ങൂല. കൊള്ളാട്ടോ. ഇതെന്തോ നമുക്കെന്തോ പവർ കിട്ടിയേക്കണ പോലെ. നമുക്ക് അതിൽ നടുക്ക് വന്നിക്കണ. അയ്യോ, അല്ല വഴക്കലുണ്ട്. ഇതെന്നൊക്കെ പറഞ്ഞ ലൈഫിൽ നമ്മൾ 1 ടൈം എങ്കിലും ഇതാക്കേണ്ട ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട കുറച്ച് സംഭവങ്ങളാണ്. എന്നുവെച്ചാൽ അത് നല്ലതാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ അഡ്വഞ്ചേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന, അഡ്വഞ്ചർ അല്ല ഇത്, എന്നാലും ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവര്. അയ്യോ, ഇത് നോക്ക്, കാൽപാദം കണ്ട, കൊക്കിന്റെ കാൽപാദം. ഞാൻ എപ്പോഴും വിചാരിക്കും ഈ കൊക്കുകൾ എങ്ങനെ ഈ വെള്ളത്തിന്റെ നടുക്ക് ഇങ്ങനെ നിക്കണെന്ന്. ഇപ്പോഴാണ് ഗൈസ് കാര്യം മനസ്സിലായത്. കാരണം ഇവിടെയൊക്കെ അധികം ആഴമില്ല. ഒരു ഉച്ചല്ലേ, മറ്റേ ഷെല്ലിന്റെ അകത്തൊരു സാധനം പോയി നിക്കണം. എടാ ഞാൻ നടുക്കടല്ല. അമ്മേനെ ചൊല്ലിക്കൊണ്ടുപോകണ. മാംഗ്രൂവ്സ്, അവിടെ ഒരു മാംഗ്രൂവ്സ് ഉണ്ട്. അതിന്റെ അകത്ത് ഫോൺ ഉണ്ട്. നല്ല വൈബായിട്ടുണ്ടല്ലേ. നമുക്ക് ഫ്രണ്ട്സും ഫാമിലീസ് ആയിട്ടൊക്കെ വരാൻ പറ്റിയെന്ന് വെച്ചാൽ അഡ്വഞ്ചേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണിത് ഗൈസ്. നല്ല രസമില്ലേ? അയ്യോടെ നല്ല രസമുണ്ട്. സണ്ണ്, നമ്മുടെ സണ്ണിങ്ങനെ സ്ലാപ്പ് ചെയ്യുവാണ് ഗൈസ്. അപ്പൊ നമുക്ക് നല്ല രസം. മണ്ടയിൽ കണ്ടോ, നമ്മള് ഇവിടെ നിന്ന് ഇങ്ങനെ നല്ല രസമുണ്ട് ഗൈസ്. നമുക്കിങ്ങനെ സൈലൻസ് ഒക്കെ ആസ്വദിച്ച് പറയാൻ വാക്കുകളില്ല. മേലാട്ട് കയറത്, അവള് മേലാട്ട് കയറിയിട്ടുണ്ട്. ഒരടി തെറ്റിയാൽ
ചെളിയിലോട്ട് അങ്ങ് ഇറങ്ങണം. ഞാൻ അപ്പയും കൂടെ കേറി ഇവരെ ഞാൻ ഞാൻ ഇറങ്ങിടാ. അല്ല ഇവിടെ വെറുതെ അല്ല. ഇത് കണ്ട മുരിങ്ങേ. ഇനി ഞാൻ ഉന്തിത്തരാം. നമ്മൾ ഇതിൽ കയറാൻ പോകുന്നു. നല്ല രസമുണ്ട്. അവരവിടെ നീന്തി വരുന്നുണ്ട്. അവിടെ പോയാലും മീൻ 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 എന്ന വിചാരം മാത്രമേ ഉള്ളൂ. അവിടെ വലയിട്ട് നോക്കണം. അയ്യോ കഴിവല്ലേ. നമ്മൾ അങ്ങനെ കണ്ടൽക്കാടുകളിലോട്ട് കയറാൻ പോവുകയാണ്. എന്താണ് കാണിക്കണത്? നല്ല രസമുണ്ട്. തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൊള്ളായിരുന്നു. പക്ഷെ നമ്മൾ ആ സൈഡിലോട്ട് പോയില്ല. ആ സൈഡിലാണ് കുറച്ചും കൂടെ കൂടുതൽ. ആ ഭാഗത്തോട്ട് എന്താ കണ്ടൽക്കാടൊക്കെ ഉള്ള കൂടുതലും. ഇപ്പഴത്തെ കണ്ടില്ല. നാളെ അറിയാൻ പറ്റുള്ളൂ. ശരിയാ.